കുട്ടികളെ ഒരു കഥ പറയാം. ഗുജറാത്തിലെ ഭോജ്പൂർ എന്ന ഗ്രാമത്തിൽ മണ്ടനും കിണ്ടനുമായ ചുനാചുനു എന്നു പേരായ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എല്ലാവരും അവനെ കളിയാക്കി ചിരിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു കുതിര അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ട് ചുനാചുനു അതിനെ അടുത്ത് ചെന്നു. അത് തലയാട്ടുന്നത് കണ്ട് അവൻ അതിനെ തന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന കപ്പലന്റെ മിഠായി എടുത്തു കൊടുത്തു. കുതിര വളരെ സന്തോഷത്തോടെ അത് കഴിക്കുകയും ചെയ്തു. ചുനാചുനുവിന് കുതിരപ്പുറത്ത് കയറാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിനാൽ അവൻ കുതിരയെ കൈകൾ കൊണ്ട് തലോടുകയും ചെയ്തിരുന്നു. കുതിര അവനെ തന്റെ പുറത്ത് കയറുവാൻ താണു കൊടുക്കുകയും അവൻ അതിന്റെ പുറത്ത് കയറുകയും ചെയ്തു. പുറത്ത് കയറിയ ഉടനെ കുതിര അതിവേഗത്തിൽ ഓടാൻ തുടങ്ങി. കുതിര പറക്കുന്ന വേഗത്തിൽ ഓടാൻ തുടങ്ങി. ചുനാചുനുവിന് പേടി തോന്നുകയും കുതിരയോട് നിൽക്കാൻ പറയുകയും ചെയ്തു. എന്നാൽ കുതിര കേട്ട ഭാവം നടിക്കാതെ ധാരാളം രാജ്യങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അവസാനം കുതിര ഭീകരമായ വനത്തിൽ ചെന്നു നിന്നു. അവിടെ ആരെയും കാണാനുണ്ടായിരുന്നില്ല. ചുനാചുനുവിന് കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. അവിടെ ധാരാളം കഴുതകൾ അന്യനായി നടക്കുന്നത് അവൻ കണ്ടു. ആ കഴുതകൾ മനുഷ്യരെ പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ചുനാചുനുവിനെ കണ്ടയുടൻ അവർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷകൻ വന്നു ചേർന്നിരിക്കുന്നു. ഇവനെ വരവേൽക്കാനായി നമുക്ക് നൃത്തം ചെയ്യാം. എല്ലാ കഴുതകളും ചേർന്ന് നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്തു. അവരിൽ വെളുത്തതും സുന്ദരിയുമായ ഒരു കഴുതക്കുട്ടി ഉണ്ടായിരുന്നു. എല്ലാ കഴുതകളും ഒന്നിച്ചു ചുനാചുനുവിനോട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ സുന്ദരിയായ കഴുതക്കുട്ടിയാണ്. നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. നിന്നെ നോക്കിയാണ് ഞങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞത്. നീ ഞങ്ങളുടെ സുന്ദരി കഴുതയെ വിവാഹം ചെയ്യണം. ചുനാചുനുവിന് വളരെ ദേഷ്യം വരികയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ കഴുതകൾ അവനെ പോകാൻ അനുവദിച്ചില്ല. മാത്രമല്ല സുന്ദരി കഴുതയെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു. സുന്ദരിയായ കഴുതക്കുട്ടി അവനോട് ആ കാട്ടിൽ ഒരു വലിയ കൊട്ടാരം കാണിച്ചു കൊടുത്തു. മറ്റു കഴുതകളും അവരുടെ കൂടെ ചെന്നു. സുന്ദരി കഴുത ചുനാചുനുവിനോട് കൊട്ടാരത്തിന്റെ വാതിൽ തുറക്കാൻ പറഞ്ഞു. അവൻ ദേഷ്യത്തോടെ വാതിൽ തുറന്നു. സുന്ദരമായ ഒരു രാജകൊട്ടാരമായിരുന്നു അത്. അവിടെ ഒരു സ്വർണ്ണദണ്ഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് അവളുടെ തലക്കടിക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടു. അവൻ സുന്ദരി കഴുത പറഞ്ഞതുപോലെ ചെയ്തു. അതിശയമെന്ന് തോന്നുമാറ് സുന്ദരി കഴുത സുന്ദരിയായ രാജകുമാരിയായി മാറി. മറ്റു കഴുതകൾ ആർത്തിരിക്കുകയും ആഹ്ലാദത്താൽ തുള്ളിച്ചാടുകയും ചെയ്തു. സുന്ദരിയായ രാജകുമാരി അവിടെ ഇരുന്നിരുന്ന ചെറിയൊരു സ്വർണ്ണദണ്ഡ് കൊണ്ട് എല്ലാ കഴുതകളുടെയും തലയിൽ വെക്കുകയും എല്ലാവരും രാജകൊട്ടാര സേവകരും ഭടന്മാരാവുകയും ചെയ്തു. രാജകുമാരി ചുനാചുനുവിനെ വളരെ സന്തോഷത്തോടെ നോക്കി. താൻ ഒരു കഴുതക്കുട്ടിയെ അല്ല വിവാഹം ചെയ്തിരുന്നത് എന്നോർത്ത് അവൻ വളരെ സന്തോഷിച്ചു. എങ്കിലും തന്നെ രാജകുമാരി ഇഷ്ടപ്പെടുമോ എന്ന സംശയം അവനുണ്ടായിരുന്നു. എന്നാൽ രാജകുമാരിക്ക് അവനോട് വളരെ സ്നേഹമായിരുന്നു. മറ്റുള്ളവരും അവനെ രക്ഷകനായി കരുതുകയും ചെയ്തു. രാജകുമാരി അവനെ രാജകൊട്ടാരത്തിൽ ഔഷധശാലയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന രസായനം ചുനാചുനുവിന് കുടിക്കാൻ നൽകി. രസായനം കുടിച്ചു. ചുനാചുനു വളരെ ശക്തിമാനും ബുദ്ധിശാലിയും സുന്ദരനുമായി മാറി. കൊട്ടാരത്തിന്റെ തടവറയിൽ അടച്ചിരുന്ന രാജകുമാരിയുടെ അച്ഛനെയും അമ്മയെയും അവൻ മോചിപ്പിച്ചു. ഈ സമയം ദുർമന്ത്രവാദിയായ ചുടലൻ തന്റെ മാന്ത്രിക ദണ്ഡ് പുറത്തു കാട്ടിൽ പോയ സമയമായിരുന്നു. മന്ത്രവാദിയുടെ എല്ലാ മാന്ത്രിക ദണ്ഡുകളും അവർ കരസ്ഥമാക്കിയിരുന്നു. കാട്ടിൽ നിന്ന് തിരിച്ചു വന്ന മന്ത്രവാദി നടന്ന സംഭവങ്ങൾ അറിഞ്ഞ് കൂടുതൽ ദേഷ്യപ്പെട്ട് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ ഭടന്മാർ തടഞ്ഞു. ഭടന്മാരെ ധിക്കരിച്ച് മന്ത്രം ജപിക്കാൻ തുടങ്ങിയ ദുർമന്ത്രവാദിയെ മാന്ത്രിക ദണ്ഡ് ഉപയോഗിച്ച് ചുനാചുനു ഒരു എലിയാക്കി മാറ്റി. എലിയായ മന്ത്രവാദി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ രാജകൊട്ടാരത്തിലെ സുന്ദരി പൂച്ച ചാടി വീണ് അതിനെ കൊന്നു തിന്നു. എല്ലാവരെയും രക്ഷിച്ച ചുനാചുനുവിന് സുന്ദരിയായ രാജകുമാരിയെയും രാജാവ് നൽകി. ചുനാചുനുവിനെ കൊണ്ടുതന്നെ കുതിരയെ തന്റെ സ്വന്തം കുതിരയാക്കി രാജ്യം വന്നു.